2026 വിഷൻ ബോർഡ് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ലേ? എന്നാ വാ പിൻട്രസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിനാദ്യം നമ്മൾ പിൻട്രസ്റ്റിൽ പോകണം. അതിനകത്ത് 2026 വിഷൻ ബോർഡിന് സെർച്ച് ചെയ്താൽ ഇതുപോലത്തെ കുറേ കൊളാജസ് കിട്ടും. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് നമുക്ക് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്തും കളയാൻ പറ്റും, വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതാ പ്രൊഫൈലിൽ പോവുക, അതിനകത്ത് കൊളാജസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലിതാ ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിലിതാ ഞാൻ ന്യൂ ക്രിയേഷനിൽ പോയിട്ട് നമുക്കിത് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇവിടെ ഞാൻ എന്താ 2026 വിഷൻ ബോർഡ് ഐഡിയാസിന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് മാത്രം പിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ പിക്ചേഴ്സും പിൻട്രസ്റ്റ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരും. നമുക്കത് കട്ട് ചെയ്തും കട്ട് ചെയ്യാണ്ടും വെക്കാം കേട്ടോ. ഞാനിതിപ്പോൾ കട്ട് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. ഇതാ ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ ആ ഒരു യൂട്യൂബിൻ്റെ കാർഡ് മാത്രമാണ് കട്ട് ചെയ്ത് വരത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനതും ഫുള്ളായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർ മാറ്റി കൊടുക്കാൻ പറ്റും, റൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഫോണ്ടുകൾ കാണാൻ പറ്റും. അത് നമുക്ക് ഓരോന്നുമായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷനിൽ പറ്റുന്നത്. പിന്നെ ആഡ് ചെയ്യാനും നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ആഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് വരെ എടുത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ പെട്ടെന്ന് ഒരെണ്ണം ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വർഷം എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടും പല പല കളർ തീമിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ ഒരു പിങ്ക് തീമിലാണ് ചെയ്തെടുക്കുന്നത്. ഓരോ കളേഴ്സ് അനുസരിച്ച് നമുക്ക് എസ്തെറ്റിക്കായിട്ടും ക്ലാസിക്കായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരെണ്ണം ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ഡീറ്റെയിലിങ് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കൈ കിട്ടിയതൊക്കെ ആയിട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലെനിക്ക് കുറേ ഗ്യാപ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോ കോഡ്സ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ കുറേ പിക്ചേഴ്സ് ആഡ് ചെയ്തോ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് വാൾപേപ്പർ ആയിട്ടോ ഇല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ റൂമിലോ വെക്കാവുന്നതാണ്. വിഷൻ ബോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവർ പെട്ടെന്ന് പോയി ചെയ്ത് ഓക്കെ ബൈ.